ഹലോ എവ്രി വൺ. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് രുചികരവും വ്യത്യസ്തവുമായ ഞാവൽപ്പഴത്തിൻ്റെ അച്ചാറാണ്. കഴിഞ്ഞ പ്രാവശ്യം ജാമും പിന്നെ ഇന്നലെ മമ്മി അതിൻ്റെ സീഡ് കൊണ്ട് ടൂത്ത് പൗഡറൊക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. കുറച്ച് ജാമുൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ മമ്മിക്ക് ഒരു ഐഡിയ വന്നു, അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പം നമുക്ക് മമ്മിയോട് ചോദിക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. മമ്മി കാണിച്ചു തരൂ കേട്ടോ. നമ്മുടെ ഞാവൽപ്പഴം അച്ചാറാണ് കേട്ടോ. ഇത് ഒരു സ്പൂണ് മല്ലി, അര സ്പൂണ് പെരുംജീരകം, അര സ്പൂണ് ജീരകം, അര സ്പൂണ് കടുക്, 2 ഏലക്കായ, 3-4 കരിയാമ്പൂവ്, അതൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചാണ് ഇത്. 500 ഗ്രാം ഞാവൽപ്പഴത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയിട്ട് ഉരുളിലിട്ടൊന്ന് ഇടിച്ചാൽ മതി, പൊടിക്കണ്ട. നന്നായി മൂപ്പിക്കണം വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കണ മാതിരി ഒന്ന് ചൂടാക്കി എടുക്കുക. 1 സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഉലുവപ്പൊടി, അര സ്പൂണ് കായംപൊടി, 2 നാരങ്ങ പിഴിഞ്ഞ നീരാണത്. പിന്നെ 3 സ്പൂണ് നല്ലെണ്ണ ചൂടാക്കിയത്. ഇനി അച്ചാറുണ്ടാക്കാൻ പോവാണ്. ഉപ്പൊക്കെ ഇട്ട് 1 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് ഇത്. ഇനി അതിൽ പൊടികൾ ഒരു മിനിറ്റ്. ഇത് ഞാവൽപ്പഴം ഉടച്ച് വെച്ചതാണ്. എനിക്ക് അങ്ങനെ ഉടച്ച് ഒന്ന് ഞരണ്ടി വെച്ചു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വേഗം പിടിക്കില്ലോ. ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കണമല്ലോ, അതുകൊണ്ട് ഉടച്ച് വെച്ചതാണ്. ഇത് രക്തം ശുദ്ധീകരിക്കാനും നല്ലതാണ്, പിന്നെ കണ്ണിന് നല്ലതാണ്, പിന്നെ നല്ല ശോധന കിട്ടും. എണ്ണ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എണ്ണ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൽ നാരങ്ങനീരാണ് ഒഴിച്ചത്, വിനാഗിരി ഒഴിച്ചിട്ടില്ല. നാരങ്ങനീര് ഒഴിച്ചാലും കുഴപ്പമില്ല. ഇത് കുറേ നാളിരിക്കുമോ? നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും, അപ്പോൾ ഇരിക്കും. ഇപ്പോൾ ജാമുൻ്റെ സീസണല്ലേ, നാട്ടിലൊക്കെ നന്നായിട്ട് കിട്ടുന്ന സാധനങ്ങളാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഈ അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ഓൾ, ടേക്ക് കെയർ.